എനിക്ക് പറയാൻ പറ്റണില്ല എന്താ പറയണ്ടേ. ഞങ്ങൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്ലാസ് വന്ന് സാറിനോടും മാമിനോടും പറയാനില്ലേ. ഇത് സ്നേഹം വാക്കുകൾക്ക് അതീതമാണ്. യഥാർത്ഥ സ്നേഹം ആക്ച്വലി ഈ ശബ്ദം നിശ്ചലമാകുമ്പോഴാണ്. ഈ വാക്കുകളിലല്ല. അദ്ദേഹം ആ സ്നേഹത്തിൻ്റെ കണ്ണീരുണ്ടല്ലോ, അതെനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. ഒരുപാട് സന്തോഷം. ഞാൻ നേരത്തെ ഇവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ വെറും മാസങ്ങൾ കൊണ്ട് തന്നെ രണ്ട് വഴിയിലേക്ക് പോകാവുന്ന ആളുകളായിരുന്നു ഞങ്ങൾ. ഞങ്ങളുടെ രണ്ട് കുഞ്ഞു മക്കള് എവിടെയും എത്താത്തൊരു അവസ്ഥ വരും. പറക്കം പറ്റാത്ത മക്കളാ. 3 വയസ്സും 1.5 വയസ്സുള്ള രണ്ട് കുഞ്ഞുങ്ങൾ. അതാ ഉള്ളിൽ നിന്ന് തന്നെ ആ ഫീലിങ്സാ. പക്ഷെ ആ ഒരു തിരിച്ചറിവ് ഞങ്ങൾ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്, പലരോട് സംസാരിച്ചിട്ടുണ്ട്. പലരും ഞങ്ങളുടെ സംസാരം കേട്ടിട്ടുണ്ട്. ആരും കേൾക്കാതിരുന്നിട്ടില്ല, എല്ലാവരും കേട്ടിട്ടുണ്ട്. ചിലർ പറയും സമയമില്ല, ചിലർ പറയും നിങ്ങളിങ്ങനെ ചെയ്യണം, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം എന്നല്ലാതെ എങ്ങനെ അത് അഡ്ജസ്റ്റ് ചെയ്യണം, അതാണല്ലോ നമുക്ക് ആവശ്യം. നമുക്കൊരു തെറ്റ് പറ്റി, ആ തെറ്റ് എങ്ങനെ തിരുത്തണം എന്നാണ് നമുക്ക് പറഞ്ഞു തരേണ്ടത്. ഈ 4 വർഷമായുള്ളൂ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട്. ഇപ്പോൾ ഇവിടെ 49 വർഷമായ ഒരു ആൻറ്റീനെ പരിചയപ്പെട്ടു, 43 വർഷമായ കപ്പിൾസിനെ പരിചയപ്പെട്ടു. അപ്പോൾ സാറ് ഞങ്ങളിങ്ങനെ എല്ലാവരും പരിചയപ്പെടുത്തിയപ്പോൾ സാർ ഇങ്ങനെ പറഞ്ഞു, ഇനി ഒരുപാട് പോകാനുണ്ട് സഹോദരാന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചു, ഇവിടെ തീരുംന്ന് മനസ്സിൽ ഉറപ്പിച്ച് വന്ന സംഗതിയാണ് ഇനിയും ഒരുപാട് പോകാനുണ്ടെന്ന് പറഞ്ഞത്. അതിനൊരു എന്താ പറയുക, നമ്മളൊന്ന് ഇരുന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. ഇന്നലത്തെ ആ ഉച്ച വരെ ഞാൻ വരില്ല എന്ന് പറഞ്ഞിരുന്ന ഒരാളായിരുന്നു ഈ ക്ലാസ്സിന്. ഞങ്ങളുടെ ഒരു ഹസ്ബൻഡിൻ്റെ ഒരു ബ്രദറിൻ്റെ വൈഫാണ് നിങ്ങളിത് പോകണം എന്ന് ഒത്തിരി പറഞ്ഞത്. അപ്പോഴും ഞാൻ പറയും അതിൻ്റെ ആവശ്യമില്ല, എവിടെ പോയാലൊന്നും നമ്മൾ ശരിയാവാൻ പോകണില്ലേ, പിന്നെ എന്തിനാ നമ്മൾ വെറുതെ പോണത്, വെറുതെ സമയം കളയാ, ജോലിക്ക് ലീവ് എടുക്കണം. ഞാൻ ഓരോ ന്യായങ്ങൾ പറയുമായിരുന്നു. ലീവ് എടുക്കണം, കുട്ടികൾക്ക് സുഖമില്ലാണ്ടായി ലീവ് എടുക്കണം, നമ്മളുണ്ടായാലാണ് ഈ കുട്ടികൾക്ക് ലീവ് എടുക്കണം, അസുഖം വന്നാൽ ലീവ് എടുക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ രണ്ട് വഴിക്ക് പോകണമെങ്കിൽ ആർക്ക് ലീവ് എടുക്കണം നമ്മൾ? അതൊന്നും ഒരു അർത്ഥമില്ലാത്ത കാര്യം, ഒരു എന്താ പറയുക. പക്ഷെ ഹസ്ബൻഡിന് ഒരാളുടെ നിർബന്ധം വന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇന്നലെ ഇവിടെ എത്തിയത്. ഇന്നലെ വന്നപ്പോൾ ആരും ഡിസ്റ്റർബ് ചെയ്യാനില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു ഫോറസ്റ്റ് ഏരിയ കൂടെയൊക്കെയാണ് വന്നത്. അപ്പോൾ ഭയങ്കര ഇതായിരുന്നു. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് സംസാരിച്ചിട്ടില്ല, മൂകതയായിട്ടാണ് വന്നത്. അപ്പം തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം എത്രമാത്രം ഉണ്ടാവും അതിൻ്റെ ഒരു കാഠിന്യം എന്ന്. അതിൻ്റെ ഇടയിൽ വഴിയിൽ വെച്ചിട്ടൊരു വാച്ചർ പറഞ്ഞു, ഇവിടെ ഒരു ആന ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അതെൻ്റെ ഉള്ളിൽ പേടി വന്നു. ഞാൻ 2 ധ്രുവങ്ങളിൽ ഞാൻ അങ്ങോട്ട് കയറി പിടിച്ചു. ഉള്ള കാര്യമാണ്, ഞാൻ അങ്ങോട്ട് കയറി പിടിച്ചു. അത്ര വരെ എനിക്ക് ആൾ അന്യനായിരുന്നു. അയ്യോ ആന പറഞ്ഞിട്ട് എനിക്ക് പേടിയാവണമെന്ന് പറഞ്ഞു. എനിക്ക് പേടിയാവണമെന്ന് ഞാൻ ആളോട് ഇത്ര ധൈര്യമായിട്ട് പറയണേ എങ്ങനെയാ? എൻ്റെ ആരും അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? നമ്മുടെ ഒരാളും അല്ല, എനിക്കൊരു പരിചയം ഇല്ലാത്ത ഒരാളാണെങ്കിൽ എനിക്ക് ആളോട് കെട്ടിപ്പിടിച്ചിട്ട് ചേട്ടാ എനിക്ക് പേടിയാവണമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അത് എന്നെ ഒന്ന് ചിന്തിപ്പിച്ചൊരു കാര്യമായിരുന്നു. പിന്നെ ഇവിടെ വന്നു, അല്ലെങ്കിൽ അപരിചിതരെ സംസാരിക്കണ പോലെ തന്നെ സംസാരിച്ചിരുന്നു. പക്ഷെ ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ആ നിമിഷം ഞാൻ ആ ബ്രേക്ക് തന്നപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഈ ക്ലാസ് നമ്മൾ മുന്നേ കൂടേണ്ട ഒരു കാര്യമായിരുന്നു. ഇതിന് വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇതുപോലെ സംസാരിക്കില്ലായിരുന്നു, നമ്മൾ 2 വഴിക്ക് പോയിട്ടുണ്ടായിരുന്നേ. നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത രീതിയിലേക്ക് നമ്മുടെ ജീവിതം തീർന്നിട്ടുണ്ടായേനെ. അതിൽ ബലിയാടാവുന്നത് നമ്മുടെ മക്കളായിരുന്നേനെ. അവരെന്ത് തെറ്റ് ചെയ്തു? അവരൊരു തെറ്റും ചെയ്തിട്ടില്ല. നമ്മുടെ ഇഷ്ടം, ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഈഗോ ആയിരിക്കാം, ഞാൻ പറഞ്ഞതാണ് ശരി, എന്തുകൊണ്ട് ഞാൻ പറഞ്ഞ രീതിയിലേക്ക് വന്നൂടാ, നിങ്ങൾ പറയണതിലേക്ക് ഞാൻ എന്തിനു വരണം എന്ന് ഞാൻ ചിന്തിച്ചുകൂടായിക്കില്ല. ഞാൻ ചിന്തിക്കാറുണ്ട്, ചിന്തിച്ചുകൂടായി. അപ്പോൾ ഹസ്ബൻഡും അങ്ങനെ തന്നെ ചിന്തിച്ചിട്ടുണ്ടാവും, അവളെന്തിനാണ് ഞാൻ പറഞ്ഞതുപോലെ അവൾക്ക് കേൾക്കാൻ പാടില്ലേ, അവളെന്തിനാണ് അവളുടെ രീതിയിലേക്ക് ഞാൻ വരണമെന്ന് ചിന്തിക്കുന്നത്. അതായിരുന്നു ഞങ്ങളുടെ ഉള്ളിലത്തെ ഏറ്റവും പ്രശ്നം. പക്ഷെ ആ പ്രശ്നത്തെ എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് സാറും മാമും വ്യക്തവും സ്പഷ്ടവുമായിട്ട് അവരുടെ ജീവിതത്തിൽ എക്സാമ്പിൾ വെച്ചിട്ട്, ഇപ്പം നമ്മളോട് നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്ന് പറയല്ല ചെയ്യുന്നത്, ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു, അപ്പം ഞങ്ങൾ ഇങ്ങനെയാണ് അതിനെ സോൾവ് ചെയ്തത്. ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിളാണ് നമുക്ക് തന്നത്. ആ പ്രാക്ടിക്കൽ എക്സാമ്പിളാണ് ഇന്നിപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ഞങ്ങൾ ഉൾപ്പെടെയുള്ള നിങ്ങളെല്ലാവരും മനസ്സിൽ കൊണ്ടുപോകേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ചേർന്ന് തരിപ്പണായ ഒരു ബിൽഡിങ് പോലെയായിട്ടായിരുന്നു നമ്മളിവിടെ വന്നത്. പലരും, എല്ലാവരുടെ കാര്യം പറഞ്ഞില്ല, പലരും അങ്ങനെയായിരുന്നു. പക്ഷെ ഇനി പോകുമ്പോൾ നല്ല അടിത്തറ കിട്ടിയ നമ്മളാ. ഇനി പയ്യെ ബിൽഡിങ് പയ്യെ പൊങ്ങണം. നല്ല സ്ട്രോങ് ബേസാണ് നമുക്ക് കിട്ടിയിരിക്കണേ ഈ 2 ദിവസം കൊണ്ട്. ആ സ്ട്രോങ് ബേസിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ബിൽഡിങ് നമുക്ക് കെട്ടിപ്പൊക്കാൻ പറ്റണം. തെറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറായിരുന്നു, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്. ഞാൻ ഒരിക്കലും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളല്ല. പക്ഷേ അത് സമ്മതിക്കാൻ എനിക്ക് പറ്റില്ല, അതെനിക്കെന്നല്ല ആർക്കും പറ്റില്ല. തെറ്റുണ്ടെന്നുള്ളത് തെറ്റുണ്ട് അങ്ങനെ പറയുള്ളൂ, ശരിയുള്ളതാ ഞാൻ ശരിയാണെന്ന് പറയും.
ആ സൗണ്ടിൽ തന്നെ വ്യത്യാസം വരും. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് ഞങ്ങൾക്ക് തന്നതിന് ഒത്തിരി ഒത്തിരി താങ്ക്സ്. എനിക്കറിയില്ല വാക്കുകളിലൂടെ പറയാൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ ഈ സമയത്ത് ഞങ്ങളെ ഇതിലേക്ക് വിട്ട എമി എന്നാണ് ആ ചേച്ചിയുടെ പേര്. ആ ചേച്ചിക്ക് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. കാര്യം ആ ചേച്ചിയാണ് നിങ്ങളുടെ ഈ ക്യാമ്പിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞങ്ങൾക്ക് അയച്ചു തന്നത്. അപ്പോൾ ആദ്യം അത് കാണാൻ താല്പര്യം പോലും എനിക്കുണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ ബസ്സിൽ നിന്നപ്പോൾ എന്തായാലും അയച്ചതല്ലേ, ഒന്ന് കണ്ടേക്കാം. അങ്ങനെ ഞാൻ കണ്ടപ്പോൾ ഉള്ളിൽ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നന്നാവില്ല ആ ഒരു ചിന്ത വന്നു. അപ്പം പിന്നെ നമ്മൾ പോയിട്ട് കാര്യമില്ല. പക്ഷെ അങ്ങനെയൊന്നല്ല, അതിനെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഹസ്ബൻഡിനോട് പറയായിരുന്നു, ഇനി ഇവിടെ ക്ലാസ് വയ്ക്കും, നമുക്ക് വരണം കേട്ടോ. അപ്പോൾ ആ ക്ലാസ് ഒന്നും കിട്ടാത്ത ആളാണെങ്കിൽ പിന്നെ നമ്മൾ ഇങ്ങനെ വരേണ്ട, വീണ്ടും നമുക്ക് കഴിഞ്ഞു പോകാവുന്നതേ ഉള്ളൂ. ഇപ്പം നേരത്തെ ഈ ചേച്ചിയും ചേട്ടനും പറഞ്ഞത് ആ ഒരു തന്നെ എനിക്കും പറയാനുള്ളത്. ഓരോ വർഷം തിരിച്ചുള്ളവർക്ക് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ക്ലാസ് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങളെ പോലെ മണ്ടൻ ചിന്തകളൊന്നും ആർക്കും വരില്ല. അതിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ, ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലായിടത്തും ഞാൻ പോയി പറയും. കാര്യം എന്താ പറ്റിയത്, ഒന്നുമില്ല. ആ ഒരു വാക്യമുണ്ട് നമുക്ക്, ഒന്നുമില്ല. പക്ഷെ പലർക്കും നമുക്ക് മനസ്സിലാവും, ബോഡി ലാംഗ്വേജ് ഒക്കെ കാണുമ്പോൾ എന്തോ പ്രശ്നമുണ്ട്. പക്ഷെ ഇനി നാളെ ഈ മൺഡേ മുതൽ ജോലിക്ക് ചെല്ലുമ്പോൾ എന്നോട് തിരിച്ചവർ ചോദിക്കണം, എന്താ ഇത്ര നല്ല പ്രസന്നതാന്ന് ചോദിക്കണം. അതിനുള്ളൊരു ബലം എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അതിന് ഒത്തിരി താങ്ക്സ് ഈ ഫിലോ കാലിയ ടീമിനോട് തന്നെ, സോ മച്ച് താങ്ക്സ്. അതുപോലെ ഇങ്ങനെ ഒരു ആശയം നിങ്ങളുടെ മനസ്സിൽ വന്നതിനും അതിങ്ങനെ ഒരു പ്രാവർത്തികമാക്കിയതിന് ഫസ്റ്റ് ബാച്ചിലെ ആൾക്കാരാവാൻ പറ്റിയതിലും താങ്ക് യു സോ മച്ച്. എൻ്റെ അടുത്ത് വന്ന് പറയണേ, കുറേ ദിവസങ്ങളായിട്ട് മിണ്ടുന്നില്ല, തൊടുന്നുമില്ല, അങ്ങനെ ഇരിക്കുക. അപ്പോഴാ വാച്ചർ പറഞ്ഞ് ആനയുണ്ടെന്ന്. പെട്ടെന്നൊരു കെട്ടിപ്പിടുത്തം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചിന്തിച്ചു, ഇദ്ദേഹം പറയണേ, അപ്പം ഞാൻ ചിന്തിച്ചു, അപ്പം ആന എങ്ങാനും നേരിട്ട് വന്നാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്ന്.